ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കുട്ടികളുടെ പ്രതിഭ രാജ്യത്തിന്റെ പുരോഗതിക്ക് അടിത്തറയേകുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിച്ചു. രാജ്യത്തെ കുട്ടികൾ ധീരതയുടെയും ത്യാഗത്തിന്റെയും പാതയിലൂടെ സഞ്ചരിച്ച് രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ അന്വേഷണ ഏജൻസി സംഘടിപ്പിക്കുന്ന ഭീകരവിരുദ്ധ സമ്മേളനം കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നഗരസഭാ അധ്യക്ഷ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് വി രാജേഷും കൊച്ചിയിൽ കെ മിനിമോളും മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആശംസയറിയിച്ച് മുഖ്യമന്ത്രി. ബിബിജി റാംജി പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. കുട്ടികളുടെ പ്രതിഭ രാജ്യത്തിന്റെ പുരോഗതിക്ക് അടിത്തറയേകുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിക്കുകയായിരുന്നു രാഷ്ട്രപതി. പുരസ്കാരങ്ങൾ രാജ്യത്തുടനീളമുള്ള കുട്ടികൾക്ക് പ്രചോദനമേകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. आप जैसे वीर और प्रतिभाशाली बच्चे निरंतर अच्छा काम करते रहेंगे. ये तो शुरुआत है. जिंदगी बहुत उड़ान करने के लिए बाकी है. मुझे लगता है आपके प्रतिभा से भारत जरूर उत्साहित होगा और बहुत सारे बच्चे आपको फॉलो करेंगे. वो भी अपना अपना हुनर दिखाने के लिए वो भी प्रयास जरूर करेंगे. 20 കുട്ടികളെ ഈ വർഷം പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള മുഹമ്മദ് സിദാൻ പുരസ്കാരത്തിന് അർഹനായി. ധീരത, കായികം, സാമൂഹിക സേവനം എന്നീ മേഖലകളിലെ മികച്ച പ്രകടനങ്ങൾക്കാണ് പുരസ്കാരം. രാജ്യത്തെ കുട്ടികൾ ധീരതയുടെയും ത്യാഗത്തിന്റെയും പാതയിലൂടെ സഞ്ചരിച്ച് രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന വീർബാൽ ദിവസ് ദേശീയ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ അവാർഡ് ജേതാക്കളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ശ്രീ ഗുരു ഗോവിന്ദ് സിംഗ് ജിയുടെ മക്കളായ സഹീബ് സാധുക്കളുടെ ധീരതയെയും ത്യാഗത്തെയും ആദരിക്കുന്നതിനാണ് വീർബാൽ ദിവസ് ആചരിക്കുന്നത്. രക്തസാക്ഷികളുടെ ജീവിതവും ആദർശങ്ങളും തലമുറകളോളം ജനങ്ങളെ പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഭീകരവിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും ഭീകരതയിൽ നിന്ന് ഉയർന്നുവരുന്ന ഭീഷണികളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിന് 2 ദിവസത്തെ സമ്മേളനം വേദിയാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ദേശീയ അന്വേഷണ ഏജൻസിയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ജീവിത സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും വരും കാലങ്ങളിൽ പരിഷ്കാരങ്ങളുടെ പാത കൂടുതൽ ശക്തിയോടെ തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സോഷ്യൽ മീഡിയയിൽ മൈ ജിഒവി ഇന്ത്യയുടെ ഒരു കുറിപ്പ് പങ്കുവച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ലളിതമായ നികുതി നിയമങ്ങൾ, വേഗത്തിലുള്ള തർക്കപരിഹാരം, ആധുനിക തൊഴിൽ കോഡുകൾ എന്നിവ സംഘർഷം കുറയ്ക്കാൻ സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനിൽ നിന്നും ഭീകരരുടെ നുഴഞ്ഞുകയറ്റ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് ജമ്മുവിലെയും പഞ്ചാബിലെയും അതിർത്തി ജില്ലകളിൽ സുരക്ഷാസേന ജാഗ്രത ശക്തമാക്കി. മൂടൽമഞ്ഞിന്റെ പശ്ചാത്തലത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം. അതിർത്തികളിൽ തിരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് കോർപ്പറേഷൻ മേയർ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ഡെപ്യൂട്ടി മേയർമാരുടെയും വൈസ് ചെയർപേഴ്സൺമാരുടെയും തിരഞ്ഞെടുപ്പ് ഉച്ചകഴിഞ്ഞ് 2:30 നടക്കും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നാളെയാണ്. തിരുവനന്തപുരത്ത് വി രാജേഷും കൊച്ചിയിൽ കെ മിനിമോളും മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തൃശൂർ കോർപ്പറേഷൻ മേയറായി കോൺഗ്രസിന്റെ നിജി ജസ്റ്റിനും, കണ്ണൂർ കോർപ്പറേഷനിൽ മേയറായി പി ഇന്ദിരയും, കൊല്ലത്ത് AK ഹഫീസും മേയറായി ചുമതലയേറ്റു. മുഖ്യമന്ത്രി എല്ലാവർക്കും ആശംസയറിയിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി LDFിലെ O സദാശിവനും, UDFനായി SK അബൂബക്കറും, NDAയ്ക്കായി നമ്പിടി നാരായണനുമാണ് മത്സരരംഗത്തുള്ളത്. മുനിസിപ്പാലിറ്റികളിലും അധ്യക്ഷ, ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നുണ്ട്. പാലാ നഗരസഭയുടെ ചെയർപേഴ്സണായി ദിയ പുളിക്കക്കണ്ടം ചുമതലയേറ്റു. UDF സ്ഥാനാർത്ഥിയായ ദിയ 14 വോട്ടുകളാണ് നേടിയത്. കണ്ണൂർ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ UDFിലെ EV രാമകൃഷ്ണനെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു. പെരിന്തൽമണ്ണ നഗരസഭയുടെ ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ സുരയ്യ ഫാറൂഖ് തെരഞ്ഞെടുക്കപ്പെട്ടു. തളിപ്പറമ്പ് നഗരസഭാ ചെയർമാനായി PK സുബൈറും, കൂത്തുപറമ്പ് നഗരസഭയിൽ V ഷിജിത്തും,
തലശ്ശേരി നഗരസഭാ ചെയർമാനായി കാരായി ചന്ദ്രശേഖരനും ആന്തൂർ നഗരസഭയിൽ ചെയർപേഴ്സണായി വി സതീദേവിയും പയ്യന്നൂർ നഗരസഭയിൽ സരിൻ ശശിയും തെരഞ്ഞെടുക്കപ്പെട്ടു. കൽപ്പറ്റയിൽ വി വിശ്വനാഥൻ 17 വോട്ട് നേടി ചെയർപേഴ്സണായി. പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ചെയർപേഴ്സണാണ് അദ്ദേഹം. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിലെ തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടത്തും. മലപ്പുറം പായിപ്പാടം, എറണാകുളം ഓണക്കൂർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് തിരഞ്ഞെടുപ്പ്. ജനുവരി 12-നാണ് വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. വിബിജി റാംജി പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഡിഡി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2047 വികസിത ഭാരതമെന്ന ദർശനം സാക്ഷാത്കരിക്കുന്നതിനാണ് ശ്രമമെന്നും ശ്രീ ചൌഹാൻ പറഞ്ഞു. 100 से 125 दिन हम रोजगार कर रहे हैं तो पैसे भी ज्यादा लगेंगे. इस साल प्रस्तावित बजट था 25-26 का 88,000 करोड़. अब जो प्रस्तावित है वो है 1,51,282 करोड़ रुपया. अकेले केंद्र सरकार 95,000 करोड़ से ज्यादा रुपया इसमें खर्च करेगी. गांव में विकास के सारे काम इस योजना के माध्यम से किए जाएंगे. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത AST പട്ടികയിൽ ഉള്ളവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി അപേക്ഷയും സത്യവാങ്മൂലവും നൽകണം. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് പോരാട്ടം. ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യാന്തര വനിതാ ക്രിക്കറ്റ് മത്സരത്തിന് തിരുവനന്തപുരം വേദിയാകുന്നത്. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ അവസാന 3 മത്സരങ്ങളാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ശബരിമല സന്നിധാനത്തെത്തും. നാളെ രാവിലെ 10:10-നും 11:30-നും മധ്യേയാണ് മണ്ഡലപൂജ. ഇന്നലെ മാത്രം വെർച്വൽ ക്യൂ വഴി 67,000 തീർത്ഥാടകരും സ്പോട്ട് ബുക്കിംഗ് വഴി 6,872 തീർത്ഥാടകരും ദർശനം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഇന്നുവരെ അറിയിക്കാം. ഓഹരി വിപണിയിൽ നഷ്ടം. മുംബൈ ഓഹരി സൂചിക സെൻസസ് 332 പോയിന്റ് ഇടിഞ്ഞ് 85,076-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 84 പോയിന്റ് ഇടിഞ്ഞ് 26,053-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 560 രൂപ കൂടി 1,02,680 രൂപയും ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 12,765 രൂപയുമാണ് ഇന്നത്തെ വില. 2025-ലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയിൽ വിവിധ കാരണങ്ങളാൽ ഉൾപ്പെടാത്ത അർഹരായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുട്ടികളുടെ പ്രതിഭ രാജ്യത്തിന്റെ പുരോഗതിക്ക് അടിത്തറയേകുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിച്ചു. രാജ്യത്തെ കുട്ടികൾ ധീരതയുടെയും ത്യാഗത്തിന്റെയും പാതയിലൂടെ സഞ്ചരിച്ച് രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ അന്വേഷണ ഏജൻസി സംഘടിപ്പിക്കുന്ന ഭീകരവിരുദ്ധ സമ്മേളനം കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നഗരസഭാ അധ്യക്ഷ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് VV രാജേഷും കൊച്ചിയിൽ VK മിനിമോളും മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ആശംസ അറിയിച്ച് മുഖ്യമന്ത്രി. വിബിജി റാംജി പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.